Welcome everyone to a new topic of electromagnetics presenting by Dept and CR. So today we are going to discuss about a very familiar content in electromagnetics, not as in electromagnetics but also in electrical engineering, which is known as Faraday's laws of electromagnetic induction, also Lenz's law, and also the concept of conduction current and displacement current. So let us start to today's video. So first of all, we can discuss about Faraday's laws of electromagnetic induction. We all know that Faraday's laws was invented by a very famous scientist named as Michael Faraday, and he is known as father of electricity only after inventing these laws. So there are basically two laws for Faraday. First law states that whenever a conductor links with a magnetic field changes, an EMF is induced in it. ഫസ്റ്റ് ലോ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് ഫീൽഡ് ഉണ്ട്, അതിലേക്ക് ഒരു കണ്ടക്ടർ അതിൻ്റെ നടുക്ക് വെക്കുകയാണ് എങ്കിൽ, എന്നിട്ട് വെക്കുന്ന മാത്രമല്ല ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ, കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും, അങ്ങനെ കട്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാകും. A EMF will induced in it. So first law states that whenever a conductor links with a magnetic field changes, that changes is important, an EMF is induced in it. അപ്പോൾ EMF ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ഉണ്ടാകുന്ന EMF എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഉണ്ടാകുന്ന ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ d by dt of phi, d phi by dt. So we can write mathematically as E equal to n d phi by dt, where n is known as number of turns, or else you can say that E equal to d phi by dt. അങ്ങനെ മൈക്കിൾ ഫാരഡേസ് ലോസ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് E equal to n d phi by dt ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഒരാൾ വന്ന് അവിടെ ഒരു മൈനസ് സൈൻ ഇട്ടു. മൈനസ് സൈൻ ഇട്ടത് ഇങ്ങനെയാണ്. അതിനു മുമ്പ് നമുക്ക് ഫാരഡേസ് ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്. ആ കണ്ടക്ടർ മാഗ്നറ്റിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇവിടെ മാഗ്നറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ വോൾട്ട് മീറ്ററിൽ കാണാൻ പറ്റും, മൾട്ടിമീറ്ററിൽ കാണാൻ പറ്റും. EMF ഈസ് ആ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫാരഡേ E equal to n d phi by dt എന്ന് കണ്ടുപിടിച്ച് വെച്ചപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഒരാൾ വന്നു മൈനസ് സൈൻ ഇട്ടു. മൈനസ് സൈൻ ഇട്ടപ്പോൾ അതിന് പുതിയൊരു ലോ കിട്ടി. That law is called Lenz's law. ആ മൈനസ് സൈൻ ഇട്ട ആളിന്റെ പേരാണ് ഹെൻറിച്ച് ഫെഡറിക് എമിൽ ലെൻസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലെൻസസ് ലോ. എന്താ ലെൻസസ് ലോ പറയുന്നത്? ഉണ്ടാകുന്ന EMF അതിന്റെ കാരണത്തിനെ ഒപ്പോസ് ചെയ്യും. The induced EMF will oppose the very cause producing it. Very cause producing it എന്ന് പറഞ്ഞാൽ rate of change of flux linkagesനെ ഒപ്പോസ് ചെയ്യും. So E equal to minus n d phi by dt. This is very famous. This is a very famous law. In fact, this is the working principle of DC motor, and it is very familiar among electrical machines and other applications. So ഇതാണ് ലെൻസസ് ലോ. നമ്മളിവിടെ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ ടേംസിൽ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് cannot produce any current flow. ഒരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന, അനങ്ങാതെ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു, മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ഫ്ലോ വോൾട്ട് മീറ്ററിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ബട്ട് വിത്ത് എ ടൈം വേരിയിങ് ഫീൽഡ്, ഒരു ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാകും. ആ EMF കാരണം നമ്മൾ നേരത്തെ കണ്ടു, ഒരു EMF ഉണ്ട്. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാകും. ആ EMF കാരണം ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് ഒരു ക്ലോസ്ഡ് പാത്ത് ഓഫ് എ സർക്യൂട്ട്. ഓക്കെ, ആ EMF എന്ത് തന്നെയായിരിക്കും? വോൾട്ടേജ് തന്നെയായിരിക്കും. ഓക്കെ, വോൾട്ടേജ് തന്നെയായിരിക്കും V എന്ന് പറയുന്ന, അല്ലെങ്കിൽ EMF E എന്ന് പറയുന്ന E ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് Faraday's law and Lenz's law. Now we can move towards next topic, which is called
കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ഉള്ള കറണ്ട് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ കറണ്ടും പിന്നെ ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. അപ്പോൾ അതിനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡെറിവേഷൻ ഉണ്ട്. വി ഹാവ് ടു ഡിറൈവ് ദാറ്റ് തിങ്. വി ഓൾ നോ ദാറ്റ് നമ്മുടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ആംബിയർ സർക്യൂട്ടെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംബിയർ സർക്യൂട്ടെല്ലാം നിങ്ങൾക്ക് എല്ലാം അറിയാം. ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ. ജെ എന്താണെന്ന് അറിയാം. ജെ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എന്ന ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. Del cross H equal to J is in fact a very famous equation, and taking divergence on both sides of that del cross H equal to J. രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ എന്ന് കിട്ടും. രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുത്തു. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡൈവേർജൻസ് എടുത്തു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. വെക്റ്റർ ഐഡന്റിറ്റി ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. Divergence of curl of a vector is 0. Divergence of curl of vector equal to 0 എന്ന് പറഞ്ഞാൽ ഇത് ഡൈവേർജൻസ് ആണ്. ഈ ഡെൽ ക്രോസ് എച്ച് കേൾ ആണ്. അതിൻ്റെ ഈക്വൽ ടു എന്താണ്? 0 ആണ് എന്ന്. അപ്പോൾ ഈ ഇക്വേഷൻ മുകളിൽ കാണുന്ന ഈ ഇക്വേഷനെ നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് curl and divergence of curl of a vector is equal to 0. That is del dot j equal to 0. നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ പോയിന്റ് ഫോം നമുക്ക് ഡിറൈവ് ചെയ്തെടുത്താണ്. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ വി ബൈ ഡോ ടി. എന്താ? ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ വി ബൈ ഡോ ടി. ഡിഫറൻഷ്യൽ ഫോം ആണ്. പോയിന്റ് ഫോം എന്ന് വിളിക്കും. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ വി ബൈ ഡോ ടി. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഡോ റോ വി ബൈ ഡോ ടി 0 ആകുമ്പോൾ, ഡോ റോ വി ബൈ ഡോ ടി ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഡോ റോ വി ബൈ ഡോ ടി 0 ആകുമ്പോൾ ഡെൽ ഡോട്ട് ജെ എന്താകും? 0 ആകും. അപ്പോൾ അതെന്താകും? ഇക്വേഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ ഡെൽ ഡോട്ട് ജെ 0 ആണ്. അതെങ്ങനെയാ 0 ആകുന്നത്? വെറുതെ ഒരു ടേം 0 ആകാൻ പറ്റില്ലല്ലോ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമുക്കൊരു പുതിയ ടേം ഉണ്ട്. ആ ടേം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1ന്റെ കൂടെ n എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുകയാണ്. ആ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ടേം ചേർന്നിട്ടാണ് 0 ആകുന്നത്. നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ടു മേക്ക് 2 and 3 ഇക്വേഷൻ നമ്പർ 2 and 3 ടു ടൈം വേരിയിങ് ഫീൽഡ്, we just modify that equation 1 which you have studied later by adding an unknown term n. അങ്ങനെ അൺനോൺ ടേം n കൊടുക്കുമ്പോൾ എന്തായിട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ ആയിരുന്നത് ജെ പ്ലസ് വെക്ടർ n ആയി മാറും. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദിസ് n. അത് നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെയാണ്. ടേക്കിംഗ് ഡൈവേർജൻസ് ഓൺ ബോത്ത് സൈഡ്സ്, വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് n ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് എൻ, ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് എൻ ഈക്വൽ ടു 0. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂ ഇക്വേഷൻ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ വി ബൈ ഡോ ടി. അതെടുത്ത് ഡെൽ ഡോട്ട് ജിയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്തായി മാറും? മൈനസ് ഡോ റോ വി ബൈ ഡോ ടി പ്ലസ് ഡെൽറ്റ ഡെൽ ഡോട്ട് എൻ ഈക്വൽ ടു 0. മൈനസ് ഇപ്പുറത്ത് ആർ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ ഡെൽ ഡോട്ട് എൻ ഈക്വൽ ടു ഡോ റോ വി ബൈ ഡോ ടി എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 കിട്ടുകയാണ്. അടുത്ത് ഞാൻ പറയാണ്, വി ഹാവ് ഗോസസ് ലോ ഇൻ പോയിന്റ് ഫോം. നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് ഗോസസ് ലോ ഇൻ പോയിന്റ് ഫോം. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. അപ്പോൾ ഈ റോ വി എടുത്ത് ഇവിടെ മുകളിലെ ഇക്വേഷൻ നമ്പർ 5 റോ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്തായി മാറും? സബ്സ്റ്റിറ്റ്യൂട്ട് 6 in 5. ഡെൽ ഡോട്ട് എൻ ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ഡി. അപ്പോൾ ഇക്വേഷൻ എന്തായി വീണ്ടും മാറും? ഡെല്ല് പുറത്തെടുക്കാം. ഡെല്ല് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എൻ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോ ടി എന്നാണ്. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. അപ്പൊ നമുക്ക് എന്നിനൊരു വാല്യൂ കിട്ടുകയാണ് ഡോ ഡി ബൈ ഡോ ടി. നമ്മൾ ഇക്വേഷൻ നമ്പർ 4 പറഞ്ഞ അൺനോൺ ആയിട്ടുള്ള എന്നിന് വി ആർ ഗെറ്റിംഗ് എ വാല്യൂ ഡോ ഡി ബൈ ഡോ ടി. അപ്പോൾ നമുക്ക് ആംബിയർ സർക്യൂട്ട് അല്ല ഇക്വേഷൻ നമ്പർ 4 ഉള്ളത് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ, ജെ എന്നുള്ളത് ജെ സി എന്ന് എഴുതി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. അതിനെ ഡോ ഡി ബൈ ഡോ ടി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ സി പ്ലസ് ജെ ഡി, വെയർ ദിസ് ജെ സി ഈസ് കോൾഡ് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ജെ ഡി അല്ലെങ്കിൽ ഡോ ഡി ബൈ ഡോ ടി ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി.
Actually, this is the concept of conduction and displacement current densities, where conduction current density വിളിക്കുന്നത് JC എന്നും displacement current density വിളിക്കുന്നത് JD എന്നും. JD ക്ക് equation dou D by dou T. Okay, that's all about conduction current and displacement current, Faraday's law and Lenz's law. So today in this video we discussed about Faraday, what is Faraday's law, what is Lenz's law, what is the concept or derivation of conduction current as well as displacement current densities. Okay, thank you.